മോളെന്തേക്കും ഇത്ര നേരം വൈകി? വരുന്ന സമയമായല്ലോ. മോള് വരുമ്പം തിന്നാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. പീടിയെ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരേണ്ടി വരും. ഇനി എന്തായി മോളെ ഇത്ര നേരം വൈകിയത്? അല്ല അച്ഛാ, എന്നിപ്പോൾ കറക്റ്റ് സമയത്ത് എത്താന്ന് പറഞ്ഞിക്കോ. ബസ്സൊക്കെ കിട്ടി ഇവിടെ എത്തണ്ടേ? അതല്ല, പറമ്പത്തുനിന്ന് ഒരു കുന്ന് ദൂരം കൊണ്ട് നടക്കാനുണ്ട്. അല്ല മോളെ, ഇനി വരുന്ന സമയം കഴിഞ്ഞതിനെ കൊണ്ട് അച്ഛൻ ചോദിച്ചതാണ്. അതൊക്കെ പോട്ടെ അച്ഛൻ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വേഗം എടുത്തു വെക്കി. ഇല്ല മോളെ, അച്ഛന് വയ്യായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പീടിയെ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവരാം. ഒന്നും ഉണ്ടാക്കിയില്ലേ? പീടിയെ പോയിട്ടൊക്കെ ഇനി എപ്പോഴാണ് അച്ഛ വാങ്ങിക്കൊണ്ടുവരിക? അതുവരെ ഞാൻ വിശന്ന് ചാകൂ. നിങ്ങൾ എന്തിടത്താണ് അച്ഛൻ ഇവിടെ എന്താക്കിയതേനൊന്ന്? അതല്ല മോളെ, അച്ഛൻ എന്തോ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു തലകറക്കോ. തലകറക്കോ? അച്ഛൻ്റെ ഓരോ മുടന്ത് ന്യായങ്ങളുണ്ടല്ലോ. അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്തോട് നടക്കുന്നതിന് ഒരു തലകറക്കം ഇല്ലല്ലോ. അത് മോളെ, നീ വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണായിട്ട് അച്ഛന് കിടക്കുന്നവർക്ക് എണീച്ച് വന്നതാണ്. ഇഞ്ച അമ്മൂന്നാല് എന്തൊരു കഷ്ടമാണ്. ഒരു സാധനം ഉണ്ടാക്കി വെക്കില്ല. മനുഷ്യന് വിശന്ന് വരുമ്പോൾ ഇവിടെ ഒരു കുന്തം ഉണ്ടാവില്ല തിന്നാൻ. എന്നിട്ട് കുന്തം പോലെ നിൽക്കുക. എന്നാൽ പീടികയിലൊന്ന് വിളിച്ച് പറയും, അല്ലെങ്കിൽ ഒന്ന് പോയി വാങ്ങിക്കൊണ്ടാ. വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല മനുഷ്യൻ. കുന്തം പോലെ നിൽക്കുക അവിടെ. ഈശ്വര, ഒക്കെ വിശന്നിട്ടായിരിക്കും. എനിക്ക് വയ്യായിട്ടാണ് ഞാനൊന്നും ഉണ്ടാക്കാഞ്ഞത്. പീടിയെ പോയി എന്താ വാങ്ങിക്കൊണ്ടുവരട്ടെ. പൈസ ഒന്നും ഇല്ലല്ലോ ഭഗവാനെ. ആരോടൊപ്പം കടം ചോദിക്കുക? അല്ല, എന്നിട്ട് നിങ്ങൾ ഇവിടെ കൊലായിൽ വന്ന് കുന്തം പോലെ കുത്തിരിക്കുക. എന്തെങ്കിലും ഒന്ന് പോയി വാങ്ങിക്കൊണ്ടുവരീ. മോളെ, അച്ഛൻ്റെ പൈസ ഒന്നുമില്ല. അല്ല, പൈസ ഇല്ലാണ്ടെങ്കിലും വലിയ കാര്യത്തിൽ പീടിയെന്ന് വാങ്ങാന്നൊക്കെ പറയുന്നിട്ട്. ആ ചങ്ങക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ? നിങ്ങളിത് തലകറക്കം മറ്റേ മറിച്ച് എന്നാൽ ഇവിടെ കുത്തിൻ്റെ പൈസ വരുമോ? എനിക്ക് എന്തെങ്ങനെ പണി കിട്ടാനാണ് മോളെ? എനിക്ക് കണ്ടം കൊത്തുന്ന പണിക്കൊന്നും എനിക്ക് അച്ഛനാവൂല. അതിന് കണ്ടം കൊത്തുന്ന പണി മാത്രമല്ലല്ലോ, ഈ സെക്യൂരിറ്റികളായിട്ടൊക്കെ എത്ര ഒഴിവുണ്ട് ടൗണിലൊക്കെ ഓരോ കമ്പനിയിൽ. അങ്ങനെ പോയിക്കൂടെ അച്ഛന്? അത് വലിയ പണിയൊന്നുമില്ലയോ? കസാരമേൽ അവിടെ കുത്തിരുന്നാൽ മതി. പിന്നെ ഇടക്കിടക്ക് നൈറ്റൊക്കെ എടുക്കണമെന്നുള്ളൂ. അച്ഛനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനൊന്ന് പറമ്പത്ത് പോയി നോക്കട്ടെ. ആരോടും പൈസ വാങ്ങിയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വരാം. എന്താന്ന് വെച്ചാൽ അച്ഛനൊന്ന് ചെയ്യും. ഞാൻ മേലേക്കാൻ പോവുക. ഞാൻ മേലേക്ക് വരുമ്പോഴത്തേക്ക് ഏടുന്ന അച്ഛൻ കടം വാങ്ങി ഭക്ഷണം വാങ്ങിയിട്ട് വന്നാൽ മതി. അത്രയ്ക്കും വിശപ്പുണ്ട്. പിന്നെ എന്തെങ്കിലും കടം തരികയായിരിക്കും പറമ്പത്ത് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ. മിന്നോ മോളെ, മിന്നോ മോളെ, മോളെ മിന്നോ, മിന്നോ. എന്തെടുത്താണ് ഞങ്ങൾ ഏത് നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്? ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടിയേ? അത് മോളെ, അച്ഛനെ തീരെ വയ്യ. ഒന്ന് ഡോക്ടറെ അടുത്ത് പോയാലോ? അല്ല അച്ഛാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അടുത്ത് കൂടെ പോകുമ്പോഴത്തേ അപ്പം ഡോക്ടറെ അടുത്ത് പോകണോ? എനിക്കല്ലെങ്കിലേ ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനൊന്നും എനിക്ക് വയ്യ. പിന്നെ ഇവിടെ ഏതെങ്കിലും ഗുളിക ഉണ്ടാവും നിങ്ങളെ, അതെടുത്ത് കുടിക്കുക. എന്നിട്ട് കുറച്ച് കിടന്നു നോക്കി, എന്നാൽ റെഡി ആവും. എന്തെങ്കിലും ഒന്ന് വരുമ്പോഴത്തേ അപ്പം ഡോക്ടറെ അടുത്ത് പോകണം. മനുഷ്യന് ഇവിടെ വേറെ പണിയൊന്നുമില്ല. മോളെ, അച്ഛൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരട്ടോ. എവിടെയാ അച്ഛാ? പോയിട്ട് വാ. അല്ല പിന്നെ വാശിക്ക് ഡോക്ടറെ അടുത്ത് പോയതാ. പോയി വരട്ടെ. ഈ റൂം ഒരു വൃത്തിയില്ലാണ്ട് അങ്ങ് ഉണ്ട്.
ഈ ജനലൊക്കെ 24 മണിക്കൂറും പൂട്ടിയിട്ട ഒരു ശുദ്ധവായു കടക്കൂല അങ്ങോട്ട്. തലക്കണ കെട്ടിച്ച കോലം നോക്ക്, തലക്കണേൻ്റെ കളറ് കണ്ടാലും മതി. ഇതെന്താ ഡയറിയോ? അച്ഛന് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടോ? ഇത്രമാത്രം എഴുതാൻ എവിടെ സമയം കിട്ടുന്ന അച്ഛന്? തലകറക്കം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഡയറിയിൽ എഴുതാൻ സമയമുണ്ട്. അപ്പോൾ ഒരു സൂക്കേടുമില്ല. ഞാൻ കാണുന്നതൊക്കെ സത്യമാണ്. അപ്പൊ ഞാൻ ആരില്ലാത്തവളാണ്. വാക്ക് കണ്ട് പോലും എന്നെ അത് നോവിക്കാത്ത എൻ്റെ അച്ഛനത്. എൻ്റെ അച്ഛൻ തന്നെയാണ്. ഞാൻ അനാഥയൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ മോള് തന്നെയാ. അങ്ങനെ വിശ്വസിക്കാനാ എനിക്ക് ഇഷ്ടം. അങ്ങനെ വിശ്വസിച്ചാൽ മതി. അച്ഛ, ഞാൻ അച്ഛൻ്റെ മോള് തന്നെയാ. അത് തിരുത്തി പറയാൻ എനിക്ക് പറ്റില്ല. അച്ഛ, എന്തായി മോളെ? എന്തായി മോളെ? അച്ഛനോട് ഞാൻ ചെയ്തേരൊക്കെ മാപ്പ്. എന്തായി മോളെ? എന്ത് പറ്റി? അച്ഛ, ഞാൻ അറിഞ്ഞില്ല അച്ഛ. അച്ഛനോടൊന്നും പറഞ്ഞില്ല. ഇത്രയും കാലം ഞാൻ പൊന്നു പോലെ വളർത്തിയിട്ട് അച്ഛനെന്താ അച്ഛത് പറയാജേ? എനിക്ക് പറ്റിയത് അച്ഛനെന്താ എന്നോട് പറയാഞ്ഞ്? അനാഥാലയത്തിൽ എടുത്ത് വളർത്തിയതാണ്. അച്ഛനും അമ്മയില്ലാത്ത മോളാ ഞാൻ. മോളെ അങ്ങനെ പറയരുത്. അച്ഛനോട് ഞാൻ മര്യാദയ്ക്കൊരു സ്നേഹത്തെ പോലും പെരുമാറിയിട്ടില്ല. ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയതിൻ്റെ ഒരു നന്ദി പോലും ഞാൻ കാണിച്ചില്ല. മോളെ, ഇത് അച്ഛനെ അറിയിക്കാണ്ടാണ് മോളെ വളർത്തിയത്. അങ്ങോട്ടും അച്ഛൻ ഇതുപോലെ തന്നെയാണ് വളർത്തുക. അച്ഛൻ്റെ മോളാണ് മോളെ, എന്നും അച്ഛൻ്റെ മോളാണ്.